എന്താ എവിടെ ആരാണ് അതിൻ്റെ കൂടി തൊണ്ടേന്ന് ചാടി വന്നത്? ആരാണെന്ന് അറിഞ്ഞൂടാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാവർക്കും കത്തിന്റെ കിഴിയിലേക്ക് പോവാം. എന്താടാ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന പഞ്ച് ചെയ്തിട്ട്? ഇരുമ്പ് കൈ മായാവി ഇന്ന് ഞാൻ പൊളിച്ചടുക്കും. എല്ലാ ദിവസവും ഇത് വന്നിട്ട് ഈ തള്ളും തോറ്റും പോവും. അജണ്ട പറ. തമിഴ്. ഇരുമ്പ് കൈ മായാവി. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഒരെണ്ണം കൂടി പറയണ്ടെന്ന്. തുടരും കിട്ടിയിട്ടുണ്ട്. ഈ 2 പോയിന്റ് ഉണ്ട് കേട്ടോ. അത് ഏത് തമിഴ് എടുത്താലും ഇല്ലെങ്കിലും ഒക്കെ വേണ്ടേ? അതൊരു സുഖമായിട്ട് ഏർപ്പാടാണല്ലോ. അല്ല അത് അപ്പുറത്ത് കൂടി എങ്ങനെയൊക്കെ നിനക്ക് ഭാര്യ വീരാണെങ്കിലോ? അല്ല അത് ശരിയാ. വേണ്ട, നീ ഒന്ന് ജയിച്ചു കാണട്ടെ, അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, എന്താണ് പറ? ടൈല്. ഹെഡ് എടുക്കാം, തുടങ്ങാം. ഫസ്റ്റ് വൺ പോന്നോട്ടെ. വിജയ് സേതുപതി നായകനാവുന്ന സിനിമ. സന്തോഷം. സിനിമയുടെ GCC അവകാശം M സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ GCCയിൽ ഇവരാണ് ഇത് വിതരണത്തിന് എടുത്തിരിക്കുന്നത്. ആറുമുഖൻ റിട്ടൺ പ്രൊഡ്യൂസറും ആൾ തന്നെയാണ്, ഡയറക്ഷനും ആൾ തന്നെയാണ്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 23. മറ്റൊരു മഹാരാജ ആവോ? നൈസായിട്ട് വന്നിട്ട് ഒരു അടി അടിച്ചിട്ട് പോവോ? അതാണ് അടുത്തത്. ബൈസൺ സിനിമയുടെ അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് വരുന്നുണ്ട് കേട്ടോ. മാരി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മിക്കവാറും റിലീസ് ഡേറ്റ് ആയിരിക്കാം തോന്നുന്നു. പാരഞ്ജിത്താണ് പ്രസൻസ്. നമ്മുടെ ധ്രുവ് വിക്രമാണ് നായകനായി എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള വലിയ സിനിമയാണ് ബൈസൺ. ഓക്കെ, അടുത്തത് പ്രിൻസ് ആൻഡ് ഫാമിലി. തമിഴല്ല എന്നുള്ളതുള്ളൂ, പക്ഷെ സന്തോഷം നൽകുന്ന കിഴിയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ അതിൻ്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 9 കേട്ടോ. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന സിനിമ, ദിലീപ് നായകനാവുന്ന സിനിമ. ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റ്. അതും കൂടി ഒന്ന് പറഞ്ഞു. ഈ ഷാരിസ് മുഹമ്മദിന് ഞാനങ്ങ് എടുത്തേക്ക് ഫുള്ള് ഷാരിസ് മുഹമ്മദ് ഇടക്ക് വിളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുണ്ട്, പക്ഷെ റിവ്യൂല് കണ്ടാണ്ടല്ലോ. റിവ്യൂല് അങ്ങനത്തെ തെണ്ടിത്തരം ഞാൻ ചെയ്യൂലല്ലോ. അതാരാണെങ്കിലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലത്. STR 49 സിനിമയുടെ പൂജ ഇന്ന് നടക്കും. ഓക്കെ, രാംകുമാർ ബാലകൃഷ്ണൻ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഖയാദു ലോഹർ. അത് മറക്കൂല. അല്ല, ഫസ്റ്റ് ഏസിന്റെ ഡയറക്ടറുടെ പേര് അവൻ മറന്നുപോയി. ആറുമുഖൻ. STR 49 നായികേനെ അവൻ മറന്നു. ഡ്രാഗൺ. നായികയുടെ കാര്യത്തിൽ എന്താന്ന് അറിഞ്ഞോളൂ. നായികയുടെ അല്ല, നായികമാരുടെ കാര്യത്തിൽ എല്ലാരും ഒന്നുമില്ല. ചില സമയങ്ങളിൽ ചില സിനിമ കാണുമ്പോൾ അവര് നമ്മുടെ മനസ്സിലേക്ക് ചാടി കയറും. എന്നിട്ട് അവിടെ ഒരു ബെഞ്ചിട്ടിരിക്കുന്നു. അതൊന്നും പറയാൻ വേണ്ട. മിക്ക സിനിമയുടെ ഇവിടെ നായകന്മാരുടെ പേര് ചാടി പറയുന്നത് നീ തന്നെ. അതെ, പക്ഷെ ഇവിടെ ഒരു ബെഞ്ചല്ല, കുറെ ബെഞ്ചുണ്ട്. ഒരു സ്കൂൾ തുടങ്ങിയാണ്. ഒരു സ്കൂളിൽ തീർന്നോ? ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഹെഡ്മാസ്റ്റർ ഞാനുമാണ്. ഓക്കെ, അയ്യോ. എന്തായിരുന്നു വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ? ഒന്നുമില്ല. ഇന്നെന്തായാലും പൂജ തുടങ്ങും. അത്ര പൂജ ഇന്ന് കഴിയും. ഓക്കെ, അടുത്തത് നരിവേട്ട. ഇന്ന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, നരിവേട്ട സിനിമയുടെ റിലീസ് ഡേറ്റ് മെയ് 15 ആയിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഓക്കെ, മെയ് 16 എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. മെയ് 16 ആയിരുന്നു ആദ്യം. മെയ് 15 അനൗൺസ് ചെയ്തോ? വരില്ലല്ലോ. ഇല്ല, ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ അനൗൺസ് ചെയ്തോ? അറിഞ്ഞില്ലല്ലോ. അടുത്തത് എന്തായാലും മെയ് എന്നുള്ളത് മാത്രമല്ലേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതെ. അടുത്തത് റെട്രോ സിനിമയുടെ കളക്ഷൻ ഫസ്റ്റ് ഡേ 46 CR വേൾഡ് വൈഡ് കേട്ടോ. ഓക്കെ, എന്താണ് ശരി, ചെറുതായിട്ടൊരു ക്ഷീണം. ബോഡി അത് കാണിച്ചു തരാണേ. അതങ്ങനെയാണ്. സൂര്യ 46. നീ 46 കോടിന്റെ ഒരു കണക്ക് പറഞ്ഞേ. ഞാൻ 46ാമത്തെ സിനിമയുടെ ഒരു കണക്ക് പറയാം. നമ്മുടെ വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതായത് ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അട്ലൂരി വീണ്ടും വരുന്നു. സൂര്യയാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ സിനിമ 30-ാം തീയതി ഷൂട്ട് തുടങ്ങും.
യെസ്, മെയ് 30. മെയ് 30. എന്താണെങ്കിലും 3-2 അല്ലേ? യെസ്. മമിത ബൈജു ഒരു പ്രധാന കഥാപാത്രം പ്രത്യേക കഥാപാത്രമല്ല, പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. 3-2. ഓക്കെ. ത്രിവിക്രം വെങ്കടേഷ് മൂവി സിനിമ ഉടൻ തന്നെ തുടങ്ങും എന്നാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പം ത്രിവിക്രം അല്ലു അർജുൻ മൂവി ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണത്. ക്യാൻസൽ ചെയ്യിപ്പിക്കണ്ട, ചിലപ്പോൾ ഷെൽഫിൽ ഇരിപ്പുണ്ടാവും. അടുത്ത് തന്നെ വന്നാലോ, ഇനിയിപ്പോ അറ്റ്ലീന്റ് കഴിയുമ്പോ അതാണെങ്കിലോ. അറ്റ്ലീന്റ് കഴിയുമ്പോ ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരേണ്ടി വരും. അങ്ങനൊന്നും പറയണ്ട കേട്ടോ, അത് പൊളിക്കും. നമ്മുടെ ഇഷ്ട സിനിമയായിരിക്കും, ഉറപ്പാ അല്ലേ? ഓക്കെ, അടുത്തത് ഐ ആം ഗെയിം മിസ്കിൻ ഓൺ ബോർഡ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നിലയ്ക്ക് എസ് ജെ സൂര്യക്ക് പകരം മിസ്കിൻ. യെസ്, നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ പൂജ ഇന്ന് നടന്നിട്ടുണ്ട്, അതിന്റെ സ്റ്റിൽസ് കൂടി വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാൻ പിന്നീട് ജോയിൻ ചെയ്യും കേട്ടോ. മിസ്കിനും ജോയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആന്റണി പെപ്പെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്തത് തുടരും എമ്പുരാൻ. ഭാഗ്യം, എതിർത്ത നന്നായി. റഫു വാട്ടെ തീരുമാനം. ഇപ്പൊ 5 നിൽക്കുന്ന ആളാ. തുടരും എമ്പുരാൻ. തുടരും സിനിമേന്റെയും എമ്പുരാൻ സിനിമേന്റെയും സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആഘോഷിച്ചിട്ടുണ്ട്. ആഘോഷിക്കണമല്ലോ. ഒരുമിച്ചാണ് ആഘോഷിച്ചത്, പിന്നെ അല്ല. അത് രജപുത്രനെ നിർത്തി ഇപ്പുറത്തെ ആശീർവാദം നിർത്തി, എന്നിട്ട് അങ്ങ് ആഘോഷിച്ചു. എന്തായാലും 2 മാസത്തിൽ 200 കോടി അടിച്ചിട്ടില്ല കേട്ടോ. 200 കോടി അടിക്കുമായിരിക്കും, അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ. 150 അടിക്കൂലേ? 150 ഇപ്പൊ തന്നെ ഏകദേശം 130 ഒക്കെ ആയിട്ടുണ്ടാവൂലേ? 100 കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞില്ലേ? അല്ല, ഇനിയിപ്പോ നമ്മള് ഏകദേശം എന്ന് പറഞ്ഞ് അങ്ങനെ പറയണ്ട, നമ്മൾ അല്ലെങ്കിൽ അതിനു വേണ്ടി തള്ളുന്നു എന്നുള്ളൊരു ഇത് വരും. വരട്ടെ, 150 വരുമ്പോ പറയാം, അവര് പറഞ്ഞോളും. അടുത്തത് അടുത്ത കിഴി പോന്നോട്ടെ. ഇത് തമിഴ്നാട്ടളിയാ, ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെച്ചു. 3-2 ഹിറ്റ്ലർ. ഓക്കെ, അയ്യോ, സ്പിരിറ്റ്. പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സിനിമ. 2-3 മാസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്, ഭൂഷൺ കുമാർ. അതും 2027 ഡ്രോപ്പ് ആവുന്നു, അതായത് റിലീസിനെത്തും. എനിക്ക് കൽക്കി 2 കാണണം, അതിനെന്തെങ്കിലും മാർഗം? അതിന്റെ പ്രൊഡ്യൂസറോട് പറയേണ്ടി വരും, ചെയ്യുന്നു. അല്ല, പ്രഭാസിനോട് പറയണേ ഇതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് കൽക്കി 2 ഇറക്കി വിട്. കൽക്കി 2 അവർ പറഞ്ഞിരിക്കുന്നത് 2028 പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ആർക്ക്? നമുക്ക് കർണനാവും, കലിക്കും. കലിക്ക് പിന്നെ ആൾറെഡി നല്ല പ്രായമാണ്. സിനിമയെ കുറിച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പറയാനുണ്ട്. ലാലേട്ടൻ മെയ് മാസം മിഡോട് കൂടിയിട്ട് സിനിമയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ജൂണിൽ സിനിമയുടെ ഷൂട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യട്ടോ. ഓക്കെ. ഇതിന്റെ വേറൊരു ന്യൂസ് കൂടി കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ലാലേട്ടൻ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. മേ ബി ഒഴിവാക്കോ? ഒഴിവാക്കാൻ ചാൻസ് വളരെ കുറവാ. നോക്കാം. ആഘോഷിക്കേണ്ടതാണ്, വരണേ അല്ലേ? അത് ആ സിനിമേന്റെ ഹൈപ്പ് എന്തായിരിക്കും, എന്തായിരിക്കും അവസ്ഥ അല്ലേ? അടുത്തത് ഹിറ്റ് 3. എന്താണ് കുട്ടാ തമിഴ് കിട്ടത്? ഓക്കെ, ഹിറ്റ് 3 സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. 62 കോടി. 4 ഇന്നത്തെ കൂടെ നീ കൂട്ടിയോ? എന്താണെങ്കിലും നല്ല കളക്ഷനാണ് കേട്ടോ. പൊളിക്കാനുള്ള സാധനമാണ്. നീ അതിന്റെ 4ാം ഭാഗം വരുമ്പോ അല്ലേ വീരപ്പൻ വന്നിട്ട് ഇനി തകർക്കാനുള്ള. അടുത്തത് ഹൃദയപൂർവ്വം. ഫുള്ള് ലാലേട്ടൻ കൂടെ തന്നെയാണല്ലോ. ലാലേട്ടന്റെ തന്നെ മൊത്തത്തിലുള്ളത്. എത്ര വീഡിയോ അല്ലേ? ലാലേട്ടന്റെ അപ്ഡേറ്റുകൾ വരാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം തീരെ ഇപ്പൊ ഫുള്ള് ലാലേട്ടന്റെ അപ്ഡേറ്റ്സ്. ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, നാളെ ചെയ്യാം. അപ്കമിങ് മൂവീസ് കാര്യങ്ങൾ പറയാം, പുതിയ കാര്യങ്ങൾ. എന്താണെങ്കിലും ഹൃദയപൂർവ്വം സിനിമയെ കുറിച്ച് ലാലേട്ടൻ ഇന്നലെ സക്സസ് മീറ്റിന്റെ ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പക്ഷേ സത്യൻ അന്തിക്കാടിന്റെ
പഴയ സിനിമകൾ പോലെയുള്ള ഒരു സാധനമല്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ശരി, ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യണം ശരിയാക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. ഒരു തമിഴ് അങ്ങ് പിടിച്ചോ. തുടരും. തമിഴ് കിട്ടിയില്ല, അപ്പൊ ഞാൻ തോറ്റു. തോറ്റൂലേ? ഞാൻ തുടരും കിട്ടിയപ്പോ മറ്റേ തുടരും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴും കണക്ക് കറക്റ്റ് ആവും. അപ്പോഴും തോറ്റു. ഒന്നിന് ഇന്നത്തെ തോൽവി നീ അത് നേരത്തെ ഏറ്റുവാങ്ങണമെന്ന് എഴുതപ്പെട്ടതാണ്. അതാണ് അത്രേ ഉള്ളൂ. എന്റെ ചങ്ക് ജയിച്ചിരിക്കുന്നു കുറെ കാലത്തിന് ശേഷം. ചുവന്ന ഷർട്ട് ഇട്ട് വന്നപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഡേഞ്ചറാണ് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ പഞ്ചില്ലേ അതിൽ തന്നെ ജയിച്ചു കഴിഞ്ഞു. പിന്നെ നിനക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ. ഇവിടെ തന്ന പോലെ ഫീലൊക്കെ ഉണ്ടാവും എനിക്ക്. ഇങ്ങനെ ചുറ്റും സ്ലോ മോഷനിൽ ഇങ്ങനെ ജോയൊക്കെ ഇങ്ങനെ പോകുന്ന ഇതൊക്കെ ഇങ്ങനെ അൾട്രാ സ്ലോ മോഷൻ, ഇതൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ പോകുന്ന പോലെ അതിൽ നിന്ന് തുപ്പല് വരെ പോകും, വെള്ളം ഇങ്ങനെ തെറിക്കും. മനസ്സിലായി. അത് എനിക്ക് തുടരും സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ ഉണ്ടായിരുന്നു. നായകൻ തുടരും, ആ ചാടുന്ന പോസ്റ്റർ. ഈ സിനിമയിലെ നിന്റെ ഫേവറേറ്റ് സാധനം. അതുകൊണ്ടാണ് ഇത് വേറൊരു കിഴി എടുത്തിട്ട് ഇട്ടത്. അത് എനിക്ക് തന്നെ കിട്ടി, എനിക്ക് സന്തോഷം. എനിക്കാണെങ്കിൽ കുറെ ഫേവറേറ്റ് ആ സിനിമയിലുള്ളതുകൊണ്ട് ഇതിപ്പോ ഏത് ഫേവറേറ്റ് ആക്കുന്നതാണ് കുറെ സംഭവം. ചാട്ടം ക്ലാസിക്കാണ്. ലാലേട്ടന്റെ എന്താ പറയാ സ്വതസിദ്ധമായ സാധനം, പണ്ട് മുതലേ ഉള്ള ഒരു സംഭവം. അതിന്റെ ഒരു പോസ്റ്റർ ഉണ്ട് കേട്ടോ, അതായത് മറ്റേ പോസ്റ്റർ ഒട്ടിച്ചിരുന്നുള്ള ഗംഭീര സാധനം, ഗംഭീരം. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. നീ ഇതിങ്ങനെ എടുത്തു തരല്ലേ, എനിക്ക് നാളെ ഇത് ഇവിടെ തന്നെ വെക്കേണ്ടി വരും. ഇത് ഒരുമിച്ച് ഒരു 10 എണ്ണം ഒരുമിച്ച് തരാൻ പറ്റുമെങ്കിൽ മാത്രം നീ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം.